നമ്മളൊരു സ്വപ്ന ഭവനമോ അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹം പോലെ ഒരു ഓഫീസോ പണിയുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ അതിനുവേണ്ടി കൺസൾട്ട് ചെയ്യുന്നത് ഒരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെയോ ആയിരിക്കാം. എന്നാൽ അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു പ്രൊഫഷനാണ് ലൈറ്റ് ഡിസൈനിങ് എന്നുള്ളത്. ഏകദേശം 16 വർഷമായി ലൈറ്റ് ഡിസൈനിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള ഇദ്ദേഹം ഇപ്പോൾ ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. ചാലക്കുടി സ്വദേശിയായ സനൽ സെബാസ്റ്റ്യനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ലൈറ്റ് ഡിസൈനുമായിട്ട് ചോദിച്ചറിയാം. സാധാരണ രീതിയിൽ ലൈറ്റ് ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു ടെർമിനോളജി തന്നെ കോമണർ ആയിട്ടുള്ള ഒരാൾക്ക് അധികം മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താണ് ഈ ഒരു ലൈറ്റ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതെങ്ങനെയാണ് ഇതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഒരാളുടെ ലൈഫിൽ എത്തുന്നത് എന്നൊന്ന് നമുക്ക് വേണ്ടി പറഞ്ഞു തരാമോ? ഇപ്പോൾ നമ്മൾ പുതിയൊരു വീട് പണിയാണെങ്കിൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റോ പറയുന്നതനുസരിച്ചാണ് കസ്റ്റമേഴ്സ് അതിനുള്ള ലൈറ്റിംഗ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വീട് എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ആ ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അവരത് മനസ്സിലാക്കുന്നില്ല. ഇവരുടെ നിർദ്ദേശപ്രകാരം ഒരു ലൈറ്റ് വാങ്ങി വെച്ച് അവർ താമസം കഴിഞ്ഞ് എല്ലാം നോക്കുമ്പോൾ അതിനാവശ്യമായ വെളിച്ചമോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയോ കിട്ടുന്നില്ല. ആ ഒരു മേഖലയിലാണ് നമ്മുടെ ഈ ലൈറ്റിംഗ് ഡിസൈനിങ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഞാൻ വരാൻ കാരണം. അപ്പോൾ എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ലൈറ്റ്, അവരുടെ പർപ്പസ് അനുസരിച്ചുള്ള ലൈറ്റ് നമ്മൾ അത് നല്ല കമ്പനി ഏതാണ് അവർക്ക് ആവശ്യം, അവരുടെ ബഡ്ജറ്റ് ഏതാണെന്ന് നോക്കി ചൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ലൈറ്റിംഗ് ഡിസൈൻ എന്നുള്ള കൺസെപ്റ്റ്. പിന്നെ ഒരു ലൈറ്റ് ശരിയായ രീതിയിൽ കിട്ടിയാൽ മാത്രമാണ് അവരുടെ ലൈഫ് സ്റ്റൈലിലും അതൊരു പാർട്ടാണത്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഇന്നത്തെ കാലത്ത്. സാധാരണ രീതിയിൽ നമ്മളൊരു വീട് പണിയുമ്പോൾ തന്നെ ആ വീടിന് ആവശ്യമായിട്ടുള്ള നോർമൽ ലൈറ്റിംഗ് ഉണ്ടാവുമല്ലോ. അതായത് ഇങ്ങനെയാണ് പുറത്തുനിന്നുള്ള പ്രകാശം അകത്തേക്ക് വരുന്നത്. ഇതെല്ലാം എഞ്ചിനീയറിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ടേക്കപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനുപരിയായിട്ട് നമ്മൾ എവിടെയാണ് ഇതിന് സ്വിച്ച് ബോർഡ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര ലൈറ്റിംഗ് ഒരു വീടിൻ്റെ ഉള്ളിൽ ആവശ്യമാണ്, ഇതിനൊക്കെ എങ്ങനെയാണ് ഒരു ലൈറ്റ് ഡിസൈനർ എന്ന രീതിയിൽ താങ്കൾക്ക് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്? ലൈറ്റിംഗ് ഡിസൈനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു വീടിൻ്റെ പ്ലാസ്റ്ററിങ് തുടങ്ങുന്നതിന് മുന്നേ, അതായത് വയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഫസ്റ്റ് അവിടെ വിസിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ലൈറ്റിംഗ് പോയിന്റ് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം നമുക്ക് ഒരു റൂം, ഒരു ലിവിങ് സ്പേസ് ആണെങ്കിൽ ആ ലിവിങ് റൂമിൽ ഇപ്പോൾ നോർമലി ഓവർ ലൈറ്റിംഗ് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം കുറേ നമ്മൾ ലൈറ്റിൽ ഷോ കാണിക്കാൻ വേണ്ടി അങ്ങനെ കൊണ്ട് കുറേ ലൈറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ റൂമിൽ ഓവർ ലൈറ്റിംഗ് വരും. നമുക്ക് കറക്റ്റ് ഇപ്പോൾ റീഡിങ് പർപ്പസിനുള്ള ഇപ്പോൾ കിഡ്സിൻ്റെ റൂമാണ്, അവർക്ക് റീഡിങ് സ്റ്റഡിങ് അങ്ങനെയാണെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ലൂമിനൻസ് വെച്ചിട്ടാണ് നമ്മുടെ കണ്ണിന് കറക്റ്റ് ഒരു പ്രോപ്പർ ലൂമിനൻസ് എന്ന് പറഞ്ഞാൽ റീഡിങ്ങിനുള്ളത് 340 ലൂമിനൻസാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള ഓരോ സൈഡ്, ഓരോ ഇപ്പോൾ ലിവിങ് റൂം, പ്രയർ റൂം, അതുപോലെ ബാൽക്കണി, അങ്ങനെ ഓരോന്നിനും ഓരോ ലൂമിനൻസ് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ അത് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് LED ലൈറ്റിങ്സ് ഉണ്ട്. അത് നോർമൽ ഇപ്പോൾ വാം കളർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, കൂൾ വൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ലിവിങ്ങിലാണെങ്കിൽ നമുക്ക് പാനൽ ലൈറ്റ്സ് ഫിറ്റ് ചെയ്യാം, കോബ് ലൈറ്റ് ഫിറ്റ് ചെയ്യാം, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 1500-1600 സ്ക്വയർ ഫീറ്റുള്ള ഒരു മിനിമം വീട്ടിലേക്ക് ഇത് 2 കൺസെപ്റ്റാണ്. ഒന്ന് നമ്മുടെ പവർ കൺസപ്ഷൻ കുറയ്ക്കുക, പിന്നെ കസ്റ്റമർക്ക് ചിലർക്ക് ഡയറക്റ്റ് ലൈറ്റിംഗ് ആവശ്യം ഉണ്ടാവില്ല, ചിലർക്ക് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്, അങ്ങനെ പല കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് ടോട്ടൽ അത് നമ്മൾ മെഷർ ചെയ്യുന്നത്. അങ്ങനെ കസ്റ്റമർക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റിംഗ് സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ടെക്നിക്കലായിട്ട്. പവർ സേവിനെ കുറിച്ച് കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, അതിനെ റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ്. ആദ്യ കാലങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലമെൻറ്റ് ബൾബ് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ആളുകൾ കറണ്ട് ബില്ലിനെ കുറിച്ച് വളരെയധികം കോൺഷ്യസ് ആയിരുന്നു. കാരണം വീട്ടിൽ സാധാരണ രീതിയിൽ ഒരു 1-2 ബൾബുകൾ കൂടുതലുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക എന്നൊരു തലത്തിലായിരുന്നു ആളുകൾ ചിന്തിച്ചിരുന്നത്. പിന്നീട് ഈ LED ഒരു എറയിലേക്ക് കടന്നപ്പോൾ ഇത്തരത്തിലുള്ള ടെൻഷൻസ്, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന അത്രയും അധികം കറണ്ട് ബില്ലിനെ അത് എഫക്റ്റ് ചെയ്യാത്തൊരു കാലഘട്ടത്തിൽ വന്നപ്പോൾ എന്താണ് ലൈറ്റ് ഡിസൈനിങ്ങിൻ്റെ ഇതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻസ് എന്നൊന്ന് പറഞ്ഞു തരാമോ? പഴയ കാലഘട്ടത്തിൽ ഫിലമെൻറ്റ് ബൾബ് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നോർമലി 40 വാട്ട് 60 വാട്ട് ബൾബ് അല്ലെങ്കിൽ 100 വാട്ടാണ് സാധാ ഫിലമെൻറ്റ് ബൾബ്. അപ്പോൾ അതിൻ്റെ വെളിച്ചവും അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ലൈഫ് കുറവാണ്, കറണ്ട് കൺസപ്ഷൻ കൂടുതലാണ്. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് CFL വന്നു. പക്ഷേ CFLനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ് ആണ് LED. അപ്പോൾ ഒരു 10 വാട്ട് LED എന്ന് പറയുന്നത് പഴയ ഫിലമെൻറ്റ് ബൾബ് 40 വാട്ടിൻ്റെ ഈക്വലൻ്റാണ്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ഇപ്പോൾ 2026 ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ LED ബൾബ്, LED ട്യൂബും, അതും കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും പാനൽ ലൈറ്റ്സും കോബ് ലൈറ്റ്സും അങ്ങനത്തെ ലേറ്റസ്റ്റ് ലൈറ്റിലേക്ക് വന്നേക്കാണ്. അതെന്ന് വെച്ചാൽ നമുക്കത് കുറച്ചും കൂടി കോമ്പാക്റ്റബിളാണ്, ലോങ് ലൈഫ് ഉണ്ട്, പിന്നെ ലൈറ്റ് ലൂമിനൻസും കൂടുതലാണ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ലൈറ്റ്സ് റൂമിലത്തെ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ നോർമൽ ഒരു ബെഡ്റൂമിൽ ഒരു 100 സ്ക്വയർ ഫീറ്റ് ഒരു ബെഡ്റൂമാണെങ്കിൽ അതിൽ 1-2 ലൈറ്റ് വെച്ച് തന്നെ നല്ല പ്രോപ്പർ ലൈറ്റിംഗ് ആണ്, അത് ലോങ് ലൈഫാണ്. അങ്ങനെ നല്ല ക്വാളിറ്റിയിലുള്ള ലൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും.
പവർ സേവിങ് എന്നൊരു വേർഡ് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ സാധാരണ രീതിയിൽ ഏതെങ്കിലും ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ട് കറണ്ട് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഓടുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ മുൻപ് കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് പവർ സേവിങ്ങിന് വേണ്ടിയിട്ട് ആളുകൾ ശ്രദ്ധിക്കേണ്ട ആ കാര്യങ്ങൾ? കൺസ്ട്രക്ഷൻ ടൈമിൽ ആ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യണ കേബിൾസ്, ആ കേബിൾസ് നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല കോപ്പർ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് പവർ സേവിങ് കൂടുതൽ പവർ എടുക്കാനും അതിൻ്റെ ഡ്യൂറബിലിറ്റിനെയൊക്കെ ബാധിക്കും. അതൊരു പോയിൻ്റാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യണ ഈ LED ലൈറ്റ് ആയാലും അത് നല്ല ക്വാളിറ്റി ഉള്ള കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈവേഴ്സ്, അതിൻ്റെ ഉള്ളിലത്തെ സർക്യൂട്ട് കൂടുതൽ പവർ എടുക്കും, അതിൻ്റെ കമ്പോണൻസ്. അപ്പോൾ അതും ഒരു ഫാക്റ്റാണ്. അതുപോലെ ഈ പ്രോപ്പർ വയറിങ് അതിൻ്റെ ഇൻസ്റ്റലേഷനും കറക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വീട്ടിലത്തെ എർത്ത് ലീക്കേജ് വഴി കുറേ പവർ വേസ്റ്റായി പോകും. അപ്പോൾ അങ്ങനെയും നമുക്ക് പവർ നഷ്ടപ്പെടാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ലൈറ്റിങ്സും അതിന് മാച്ചായ ഡിസൈനിങ് ലൈറ്റിങ് ആവശ്യമായിട്ടുള്ള LED ലൈറ്റ്സുകൾ ഫിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ആ വീട്ടിലത്തെ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിനൊരു കറക്റ്റ് ഇപ്പോഴത്തെ ഒരു സൊല്യൂഷൻ. സാൻ വാട്സൺ എന്ന കമ്പനിയിലൂടെയാണ് കൂടുതലായും ഈ ഒരു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ യുണീക്നെസ്സും എന്തൊക്കെയാണെന്ന് പ്രേക്ഷകരോട് പറയാമോ? തീർച്ചയായും. ഈ സാൻ വാട്സൺ എന്നൊരു പേര് തന്നെ അതൊരു യൂണീക്ക് നെയിമാണ്. ആ പേര് ഉണ്ടാക്കിയെടുത്തതെന്ന് വെച്ചാൽ എൻ്റെ പേരിൻ്റെ സണിലിൻ്റെ 3 ലെറ്റർ സാൻ എന്നും WIN വിൻ ഫോർ വിക്ടറി, വിൻ SON സൺ, അങ്ങനെ സാൻ വാട്സൺ എന്നുള്ള ഒരു സിംഗിൾ നെയിം. അങ്ങനെ അത് ട്രേഡ് മാർക്ക് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് ആ പേര് ആർക്കും ഇല്ല. അങ്ങനെ അതൊരു ബ്രാൻഡാക്കി എടുത്തു. അപ്പോൾ ഈ സാൻ വാട്സൺ എന്ന് പറയുന്നത് അതൊരു പ്രൊഡക്റ്റ് അല്ല. സാൻ വാട്സൺ എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ അണ്ടറിൽ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് കൊണ്ടുവരാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഈ സാൻ വാട്സൻ്റെ അണ്ടറിൽ ഒരു ഇലക്ട്രോണിക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ബ്രാൻഡാണ് സൈനോ, SAINOO. അപ്പോൾ സൈനോയുടെ അണ്ടറിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പവർ സേവിങ് ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക് പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നു. പിന്നെ അതിൻ്റെ ഒരു സെഗ്മെൻ്റായിട്ട് തന്നെ ഈ സൈനോയുടെ പേരിൽ ലൈറ്റിംഗ് കൺസൾട്ടേഷൻ, അതാണ് ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുന്നത്. ഇപ്പോൾ ഈ സൈനോയിൽ തന്നെ എൻ്റെ ഒരു ചെറിയ പ്രൊഡക്റ്റ് ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിലുണ്ട്. അത് വെറും 600 രൂപയ്ക്ക് വീടിൻ്റെ പുറത്തുള്ള ലൈറ്റുകളൊക്കെ തന്നെ ഓണാവും ഓഫ് ആവുന്ന ഒരു ചെറിയ സെൻസർ സർക്യൂട്ട്, വാട്ടർ പ്രൂഫാണ്. അപ്പോൾ അതൊരു ചെറിയ പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു വീട്ടിൽ ഒരെണ്ണം, അതൊരു പ്രാവശ്യം വീട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ നമ്മൾ വീട്ടിൽ ആളില്ലെങ്കിലും രാത്രി തനിയെ സ്വിച്ച് ഓൺ ചെയ്ത് പോയി തനിയെ ലൈറ്റ് ഓണാവും, നേരം വിളിക്കുമ്പോൾ തനിയെ ഓഫ് ആവും. അത് ഒരു ലൈറ്റല്ല, അപ് ടു 250 വാട്ട് വരെ എന്തും ആ സർക്യൂട്ടിൽ കൊടുക്കാം. ഒരു 100 ഗ്രാം വെയിറ്റുള്ള ചെറിയൊരു പ്രൊഡക്റ്റാണ്, വാട്ടർ പ്രൂഫാണ്, മഴ കൊണ്ടാലും കുഴപ്പമില്ല. ഔട്ട് സൈഡുള്ള ഗേറ്റ് ലാമ്പോ അല്ലെങ്കിൽ വീടിൻ്റെ മുൻവശത്ത് വരുന്ന ലൈറ്റുകളൊക്കെ നമുക്ക് കണക്ട് ചെയ്താൽ തനിയെ ഓണാവും. എക്സിസ്റ്റൻറ്റ് ലൈറ്റുമേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അത് ഒരു സാധാരണക്കാരനും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് പോലെ ഇറക്കിയതാണ്. പക്ഷേ അപ് ടു 3000 4000 റേറ്റുള്ള പല പല കാര്യങ്ങളും നമ്മൾ ഇന്നോവേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത് സാൻ വാട്സൺ എന്നുള്ള ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ബ്രാൻഡ് ഓഫ് എ കോമൺ മാൻ, അതാണ് അതിൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ പല പല പ്രൊഡക്ട്സ് ഇറക്കുക എന്നാണ് ഈ സാൻ വാട്സൺ കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ സൈനും ഉണ്ട്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടോയ്സ് പ്രൊഡക്ട്സ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ വർക്കൗട്ടിലാണ്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഈ സ്ട്രീറ്റ് ലൈറ്റിങ്ങിൽ ഉണ്ടാവുന്നത്. കാരണം പലപ്പോഴും നമ്മൾ പോകുന്ന സമയത്ത് പകലും സ്ട്രീറ്റ് ലൈറ്റുകൾ ഓണായിട്ട് നിൽക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അതിനെനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള പരിഹാരം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ആൻസർ ആയിരുന്നു കുറച്ച് നേരത്തെ നമ്മളോട് ഡിസ്കസ് ചെയ്തത്. ടോയ്സിനെ കുറിച്ചിട്ട് പറയുകയുണ്ടായല്ലോ, അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ടോയ്സിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ടോയ്സ് എല്ലാം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ടോയ്സുകളാണ് കൂടുതൽ. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ മേക്ക് ഇൻ ഇന്ത്യ, അതായത് നമുക്ക് നാട്ടിൽ ടോയ്സ് അസംബിൾ ചെയ്യുക. അതിപ്പോൾ ഇലക്ട്രോണിക് ടോയ്സ് ഉണ്ട്, സോഫ്റ്റ് ടോയ്സ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ടോയ്സ് ആയാലും നമ്മൾ അതിൻ്റെ സർക്യൂട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ട് വീടുകളിലേക്ക് ലേഡീസിനെ വീട്ടമ്മമാർക്ക് ഈ സാധനം നമ്മൾ പാർട്സ് കൊടുത്തിട്ട് അവിടെ അസംബിൾ ചെയ്യുക, അങ്ങനെ മാർക്കറ്റ് ചെയ്യുക. അതൊരു സെഗ്മെൻറ്റ്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ എല്ലാവരും റോബോട്ടിക് കോഴ്സ് പഠിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറിയ ചെറിയ റോബോട്ടിക് കോഴ്സുകൾ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ റോബോട്ടിക് ടോയ്സ് പിള്ളേർക്ക് അധികം കോസ്റ്റ് അല്ല. അപ്പോൾ വലിയ വലിയ ടോയ്സ് റോബോട്ടിക്സിനൊക്കെ വാങ്ങിക്കണമെങ്കിൽ ആൾക്ക് അഫോർഡ് അല്ല. അപ്പോൾ അത് ഒരു 5000 രൂപീസിനിടയിലുള്ള ചില സോഫ്റ്റ് റോബോട്ടിക് ടോയ്സിനെ ഡെവലപ്പ് ചെയ്ത് ഇവിടെ അസംബിൾ ചെയ്ത്, അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റാണ് നോക്കുന്നത്. പിന്നെ റിമോട്ട് കൺട്രോളിൻ്റെ സാധനങ്ങൾ, അപ്പോൾ അതിനൊരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇപ്പോൾ അധികം വൈകാണ്ട് നെക്സ്റ്റ് ഇയർ അങ്ങനെ ലോഞ്ച് ചെയ്യാൻ നോക്കും. ഇപ്പോൾ താങ്കൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ അപ്ഡേഷൻസ് പല ആളുകളും ഓൾറെഡി വീട് പണിതവരാണ്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരു ഷെൽട്ടർ അല്ലെങ്കിൽ അവരുടേതായ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ
ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് ഈ വീടെല്ലാം കുത്തിപ്പൊളിച്ച് പുതിയ ഒരു അപ്ഡേഷൻസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ തന്നെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിനുണ്ടാവും, ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലത്തെ പുതിയ കാര്യങ്ങൾ അവരുടെ വീടുകളിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടായിരിക്കുമോ? തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനങ്ങളുണ്ട്. കാരണം 30 വർഷം 20 വർഷം മുന്നേ പണിത വീടുകളിലേക്ക് ഇപ്പോൾ അവിടെ ലൈറ്റ് തന്നെയാണെങ്കിലും പഴയ വീടുകളിൽ പഴയ LED ബൾബോ അല്ലെങ്കിൽ സാധാ ബൾബ് ട്യൂബുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് സർഫസ് മൗണ്ട് LED ലൈറ്റുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് വേറെ കട്ട് ചെയ്യുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒരു ക്ലാമ്പ് പിടിപ്പിച്ച് അതിന് പാനൽ ലൈറ്റ് പോലെ ഇരിക്കുന്ന ഒരു സർഫസ് മൗണ്ട് ലൈറ്റ്, ആ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ അറൗണ്ട് ഒരു 40 വാട്ട് LED ട്യൂബിൻ്റെ പ്രകാശം ഇന്ന് കിട്ടും. അപ്പോൾ അതൊരു സൊല്യൂഷനാണ്. പിന്നെ ഇപ്പോൾ പവർ സേവിങ് നോക്കുന്നതുകൊണ്ട് പഴയ വീടുകളിൽ ഇപ്പോൾ വയസ്സായ ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നമ്മൾ റൂം കോറിഡോറിൽ കൂടെ വാക്ക് ചെയ്യുമ്പോഴൊക്കെ ലൈറ്റ് വർക്കാവുന്ന മറ്റേ ഓട്ടോമാറ്റിക് ലൈറ്റുകളുണ്ട്, റഡാർ സെൻസിങ് ലൈറ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് മാർക്കറ്റിൽ ചെറിയ വിലയ്ക്ക് കിട്ടാവുന്നതാണ്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോഴത്തെ ജനങ്ങൾക്ക് അധികം നോളജ് ഇല്ല. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിക്കാനാണ് എൻ്റെ ഈ ലൈറ്റിംഗ് ഡിസൈനിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് താമസിക്കുന്ന വീടുകളിൽ പണ്ടൊക്കെ നമ്മൾ വീട് ലോക്ക് ചെയ്ത് പോകുമ്പോൾ ചാവി 1-2 ചാവി ഉണ്ടാവും, അത് കളഞ്ഞു പോകാൻ മറന്നു വെച്ചാൽ പിന്നെ വന്ന് ഡോർ കുത്തിപ്പൊളിക്കണം. അപ്പോൾ അതിനെല്ലാം പരിഹാരമായി ഇപ്പോൾ നമുക്ക് ഒരു 6000-നും 30,000-നും ഇടയിൽ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് വൈഫൈ വഴി ഡോർ ഓപ്പൺ ചെയ്യാം. അതുപോലെ ഫിംഗർ പ്രിൻറ്റ് വെച്ചും പാസ്വേഡ് വെച്ച് ഓപ്പൺ ചെയ്യണ ഓട്ടോമാറ്റിക് ഡോർ ലോക്കുകൾ ഇപ്പോൾ മാർക്കറ്റിൽ പല ബ്രാൻഡും ലഭ്യമാണ്. പക്ഷേ അത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് കസ്റ്റമർക്ക് അറിയില്ല. അപ്പോൾ ആ ഇതൊക്കെ വരുമ്പോഴാണ് എന്നെ പോലുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംവിധാനം. അതുപോലെ ഹോം ഓട്ടോമേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിലാളില്ലെങ്കിലും ഇപ്പോൾ നമ്മുടെ മൊബൈൽ വെച്ചിട്ട് തന്നെ വീട്ടിലത്തെ ലൈറ്റുകൾ ഓണാക്കാം, ഓഫാക്കാം. അതുപോലെ പല അപ്ലയൻസുകളും നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഒരു സിംഗിൾ ഫോണിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. അതുപോലെ സ്വിച്ചുകളെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് ടച്ച് ഫിംഗർ ടൈപ്പ് ടച്ച് സെൻസിങ് സ്വിച്ചുകളുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല കംഫർട്ടായിട്ട് ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ഉണ്ട്. അപ്പോൾ അതും മാർക്കറ്റിൽ ചൈനയും ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം ഉണ്ട്. പക്ഷേ റൈറ്റ് കമ്പനി ഏതാണ്, ക്വാളിറ്റി ഏതാണെന്നുള്ളത് ആൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സംവിധാനമാണ് ഞാൻ എൻ്റെ സ്ഥാപനം വഴി നോക്കുന്നത്. ഇപ്പോൾ ഈ ലൈറ്റ് ഡിസൈനിനെ കുറിച്ച് പറഞ്ഞ പ്ലാൻസ് ഒക്കെ വളരെ മനോഹരമാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ടീം ഓഫ് പീപ്പിൾ അത്യാവശ്യമാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടീം സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഓൾറെഡി എൻ്റെ കൈവശം ഒരു ടെക്നിക്കൽ ടീമുണ്ട്. അതുകൂടാതെ ഇപ്പോൾ അകലെയുള്ള ഒരു കസ്റ്റമർ ആയാലും അവർക്ക് ഇപ്പോൾ ഏതൊക്കെ ബ്രാൻഡ് വേണമെന്ന് ഞാൻ എൻ്റെ ഒരു കൺസൾട്ടേഷനിൽ ഞാൻ പറയും. ഇപ്പോൾ ലൂക്കർ വേണോ, സിസ്കോ വേണോ, അങ്ങനെ പല ബ്രാൻഡുകളും മാർക്കറ്റിലുണ്ട്, ഫിലിപ്സ് ഉണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് അതിൻ്റെ പ്രൈസും ഇത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരു ബ്രാൻഡിനോട് താല്പര്യം തോന്നും. അപ്പോൾ ആ ബ്രാൻഡ് അവരുടെ നാട്ടിൽ ഏത് ഡീലറാണ് എവിടെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ ആ ഡീലറെ എനിക്ക് കണക്ഷൻ ഉണ്ട്. അവരെ കണക്ട് ചെയ്ത് കൊടുത്ത് കസ്റ്റമർക്ക് മാക്സിമം പ്രൈസ് കുറച്ചിട്ട് ഒരു ഡീലർ പ്രൈസിലാണ് ഞാൻ എടുത്തു കൊടുക്കുന്നത്. അതിന് വേറെ കമ്മീഷൻസ് ഒന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു കൺസൾട്ടിങ് ചാർജ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതാണ് എൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഇൻവെർട്ടറും അതുപോലെ തന്നെ സോളാർ പാനൽസും ഈ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകളിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സാൻഡ് വാട്സൺ ഇൻഡസ്ട്രീസ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു കസ്റ്റമർ അവരുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയി വിസിറ്റ് ചെയ്ത് അവരുടെ പ്രീവിയസ് കറണ്ട് ബില്ല്, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്തിട്ട് അവരുടെ ഫസ്റ്റ് ഞാൻ നോക്കുന്നത് വെച്ചാൽ അവിടെ അവർക്ക് എന്തെങ്കിലും അവരുടെ ഇലക്ട്രിക്കൽ ഡിവൈസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അങ്ങനെ ഒന്നും ലീക്കേജ് ഒന്നും പ്രശ്നമില്ലെങ്കിൽ പിന്നെ അവരുടെ യൂസേജ് കൂടിയിട്ടാണ് അവിടെ കറണ്ട് ബില്ല് വരുന്നത്. അപ്പോൾ അവർക്കൊരു യൂസേജ് മിനിമം ഒരു 1400-1500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളിൽ ഏകദേശം ഒരു 1500-2000 രൂപ കറണ്ട് ബില്ല് വരുന്ന വീടാണെങ്കിൽ അവിടെ ഒരു 3 kV സോളാർ പാനലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിപ്പോൾ മാർക്കറ്റിൽ ടാറ്റ സോളാർ, വാരി, അങ്ങനെ പല കമ്പനികളുണ്ട്. പക്ഷേ നമുക്ക് ഏത് ഡീലറാണ് നല്ലതെന്ന് അവിടെയും നോക്കണം. കാരണം വൺസ് നമ്മൾ ഒരു 2 lakhs ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 3 kV വെച്ചാൽ അവർ 10 year വാറണ്ടി പ്രൊവൈഡ് ചെയ്യുക അങ്ങനെ പറയും. പക്ഷേ ഒരു 3 year കഴിയുമ്പോൾ ആ കമ്പനി ഇല്ലെങ്കിൽ കസ്റ്റമർക്ക് അത് ലോസ് വരും. അപ്പോൾ റൈറ്റായിട്ടുള്ള ഡീലർ ഏതാണെന്ന് നോക്കി അത് റൈറ്റായിട്ടുള്ള ബ്രാൻഡ് ഏതാണെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൂടി ഞാൻ സപ്പോർട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് വ്യത്യസ്ത ഇനം ലൈറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ചിട്ടുള്ള നോളജ് വളരെ പെരിഫറലാണ്. ഏതൊക്കെ തരത്തിലുള്ള ലൈറ്റുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? തീർച്ചയായും. കസ്റ്റമറെ സംബന്ധിച്ച് അവർ LED ലൈറ്റ് എന്ന് മാത്രമേ അവർ അറിയുള്ളൂ. അത് ഡിഫറെൻറ്റ് കാറ്റഗറി ലൈറ്റുകളുണ്ട്. അത് സാധാരണക്കാർക്ക് അറിയില്ല. സാധാരണ നമ്മൾ ലൈറ്റുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡൊമസ്റ്റിക് ലൈറ്റ്, അതായത് നമ്മുടെ വീടുകളിലേക്ക് യൂസ് ചെയ്യുന്ന ലൈറ്റുകൾ. പിന്നെ അടുത്തുള്ളത് ഇൻഡസ്ട്രിയൽ ലൈറ്റ്. അത് നമുക്ക് ഫാക്ടറി സെറ്റപ്പ് അങ്ങനത്തെ
അങ്ങനത്തെ വലിയ കമ്പനികളിലേക്കൊക്കെ ആവശ്യം വരുന്ന ലൈറ്റുകളാണ്. ഈ ഡൊമസ്റ്റിക് ലൈറ്റുകൾ തന്നെ നമുക്ക് ഇൻഡോർ ലൈറ്റ്, ഔട്ട്ഡോർ ലൈറ്റ്, ഗാർഡൻ ലൈറ്റ്, അങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. ഇൻഡോർ ലൈറ്റിലാണ് നമ്മൾ വീടുകളിലേക്ക് വരുന്ന, ഇപ്പോൾ അതിൽ തന്നെ നോർമൽ ലിവിങ് റൂമിൽ നമ്മൾ പാനൽ ലൈറ്റ്സ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ കോബ് ലൈറ്റ് യൂസ് ചെയ്യും, അതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയൊക്കെ ലീനിയർ ടൈപ്പ് LED യൂസ് ചെയ്യും. അങ്ങനെ അവരുടെ ഡിസൈനിന് മാച്ചായിട്ടുള്ള എന്നാൽ കറണ്ട് പവർ കൺസപ്ഷൻ കുറയ്ക്കാൻ പറ്റിയ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റുകൾ അതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഗാർഡൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഗാർഡൻ ലൈറ്റ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അത് സ്പോട്ട് ലൈറ്റ് ഉണ്ട്, അതുപോലെ റിഫ്ലക്റ്റീവ് ചെയ്യുന്ന ലൈറ്റുകളുണ്ട്. അങ്ങനെ അതെല്ലാം IP68 റേറ്റിംഗ്, അതായത് വാട്ടർ പ്രൂഫാണ്. ഔട്ട്ഡോർ ലൈറ്റുകളെല്ലാം അങ്ങനത്തെയാണ്. പിന്നെ പൂളിൽ യൂസ് ചെയ്യണ അണ്ടർ വാട്ടർ ലൈറ്റ്സുകളുണ്ട്. അങ്ങനെ ലൈറ്റ്സുകൾ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. പക്ഷേ ഈ സാൻ വാട്സൺ ഇൻഡസ്ട്രി നമ്മുടെ കൺസൾട്ടിങ് വഴി കസ്റ്റമർക്ക് വീടിൻ്റെ ടോട്ടൽ ലൈറ്റിംഗ്, അതായത് ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും, അതുപോലെ ലിവിങ്ങിലേക്കുള്ളതായാലും ബാൽക്കണി ആയാലും ഈവൻ കിച്ചണിലേക്ക് വരെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റുകൾ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു കറക്റ്റ് ഒരു പിക്ചർ അവർക്ക് കിട്ടുകയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ ഈ ടോട്ടൽ 16 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൽ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തരായ ഒരുപാട് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കും, വ്യത്യസ്തമായ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോഴും ഓർത്ത് വയ്ക്കുന്ന ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഒരുപാട് എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കുറേ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ അവർ പഴയ വീടുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് കറണ്ട് ബില്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, അവർക്ക് ഞാൻ അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ വെച്ചാണ് ലൈറ്റുകൾ ശരിയായിട്ടുള്ള ലൈറ്റുകളല്ല, അതുപോലെ കറക്റ്റ് ക്വാളിറ്റികളില്ല. അങ്ങനെ ഒരു ചെറിയ ഒരു അപ്ഡേഷൻ വഴി അവർക്ക് ചെറിയൊരു എമൗണ്ട് മാത്രം അപ്ഡേഷൻ വന്നുള്ളൂ. അവർ അതിൽ നിന്ന് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടി. കസ്റ്റമേഴ്സ് വളരെ ഹാപ്പിയാണ്. ഇപ്പോഴും അവരായിട്ട് നമുക്ക് നല്ല സൗഹൃദമുണ്ട്. എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് വെറും ഒരു കസ്റ്റമേഴ്സ് മാത്രമല്ല, ഞാൻ അവരെ എൻ്റെ ഒരു ഫ്രണ്ട് പോലെയാണ് ഞാൻ അവരെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിലേഷൻ ഇപ്പോഴും ഞാനത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. സാൻ വാട്സൺ എന്ന കമ്പനിയുടെ ഫ്യൂച്ചർ ഡ്രീംസ് ഒന്ന് പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാമോ? സാൻ വാട്സൺ എന്നതിൽ നമ്മൾ ഫ്യൂച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജിയിൽ കൊണ്ടുവരിക. അതിലും മുഖ്യമായി നോക്കുന്നത് പവർ സേവിങ്, ഇന്നോവേറ്റീവ് പവർ സേവിങ് തന്നെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ സാൻ വാട്സണിൽ ഇപ്പോൾ ഈ കൺസൾട്ടിങ് ചെയ്യുമ്പോൾ അതിൽ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ 2026 ഇപ്പോൾ ഒരു പുതിയ കൺസൾട്ടിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ആ കസ്റ്റമർ വീട്ടിൽ പോകണമെങ്കിൽ ഇപ്പോഴത്തെ ലൈറ്റിംഗ് കൺസൾട്ടേഷൻ മാത്രമല്ല ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, അവർക്ക് നെക്സ്റ്റ് 10 ഇയർക്ക് ആവശ്യമായിട്ടുള്ള പുതിയ ടെക്നോളജികൾ എന്ത് വേണം, നെക്സ്റ്റ് 10 ഇയറിലേക്കുള്ള അതിലിപ്പോൾ ഒരു ക്യാമറ വയ്ക്കണമെങ്കിൽ ഏത് മോഡൽ വയ്ക്കണം, നെക്സ്റ്റ് 10 ഇയേഴ്സ് അഡ്വാൻസ് ഏതായിരിക്കും, അപ്പോൾ ആ വീട്ടിലൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ വയ്ക്കണം, അത് ഏത് ബ്രാൻഡ് എങ്ങനെ, അങ്ങനെ ഒരു ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ലൈറ്റിംഗ് പ്ലസ് ടെക്നിക്കലാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. സാൻ വാട്സൺ എന്ന കമ്പനിയുടെ എല്ലാ ഫ്യൂച്ചർ എൻഡോവേഴ്സിനുള്ള ഓൾ ദി വെരി ബെസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും സമയം സാൻ വാട്സൺ ഇൻഡസ്ട്രീസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ആ ഒരു ഇൻഡസ്ട്രിയിലൂടെ ലൈറ്റ് ഡിസൈനിങ് എന്ന ഒരു മേഖല നമുക്ക് എത്രമാത്രം സപ്പോർട്ടീവായിട്ടുള്ള ആശയങ്ങളാണ് നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഇൻ്റർവ്യൂ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ സാൻ വാട്സൺ എന്ന കമ്പനിയുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെയോ ഓഫീസുകളെയോ മനോഹരമാക്കാനായിട്ടുള്ള ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ കണക്റ്റ് ആവേണ്ടത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.